വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വിളിപ്പാട് അകലെ മാത്രമുള്ള കന്യാകുമാരി തിരുവനന്തപുരം മുംബൈ ദേശീയപാത. ഒരു ദേശീയപാതയുടെ ദുരവസ്ഥ. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ശരിക്കും കന്യാകുമാരി കേന്ദ്രമാക്കി മുംബൈക്കും ചെന്നൈക്കും വരെ നീളുന്നതാണ്. കേരളത്തിൽ വരുന്ന കഴക്കൂട്ടം കാരോട് റീച്ചിന്റെ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായി. തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് കാരോട് പഞ്ചായത്തിലെ ചെങ്കവള നിന്നും തിരിഞ്ഞ് കളിയിക്കാവള മാർത്താണ്ഡം വഴി ആണ് ഇപ്പോൾ പോകേണ്ടി വരുന്നത്. കാരോടിന് സമീപം തമിഴ്നാടിന്റെ ഭാഗമായ അടക്കാക്കുഴിയിൽ വെൽക്കം ടു കന്യാകുമാരി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 56 കിലോമീറ്ററാണ് എന്നും കാണിച്ചിട്ടുണ്ട്. ആ ബോർഡിന് അപ്പുറത്തേക്ക് അബദ്ധത്തിൽ വാഹനവുമായി പോയാൽ പെട്ടത് തന്നെ. കാരോട് കന്യാകുമാരി റീച്ചിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തോളമായി. എങ്ങും എത്താത്ത നിലയിലാണ് ഇപ്പോഴും. അങ്ങിങ്ങായി 30% പണി നടന്നിട്ടുണ്ട്. ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് വീണ്ടും പണി തുടങ്ങി. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എന്താവുമെന്ന് കണ്ടറിയണം എന്നും ജനം പരിഹാസ രൂപേണ പറയുന്നുണ്ട്. കുഴിച്ച് കുളം തോണ്ടിയ അവസ്ഥ, തെരുവു നായ്ക്കളുടെ വികാര കേന്ദ്രം, ഒപ്പം തന്നെ മയക്കുമരുന്ന് ലോബിയുടെയും എന്ന് ആരോപണം ഉയരുന്നുണ്ട്. ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി ചരക്ക് കടത്ത്, അനുബന്ധ വാണിജ്യ, വ്യവസായ, വിനോദ മേഖലയിൽ വൻ വികസന കുതിപ്പാണ് വരാൻ പോകുന്നത്. നാടിന്റെ വികസനം നടപ്പാക്കുമ്പോൾ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കിയാകരുത് എന്നും പൊതുജന അഭിപ്രായം ഉയരുന്നുണ്ട്.